ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കണ്ടന്റ് സ്പ്രെഡ് ചെയ്യുന്ന പേജുകളെ കുറിച്ച് ഒരുപാട് അഭിപ്രായമുണ്ട്. വളരെ നല്ല ഇതൊരു അവയർനെസ്സും കൂടെ സിനിമ കൊണ്ട് അതിന്റെ പുറകെ പോവുകയും അതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പേജിൽ ഏതൊരു കുട്ടിയുടെ ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോ കണ്ടതിന് ശേഷം അപ്പം ചോദിച്ചു ഈ കുട്ടി എന്താ അവൈലബിൾ ആണോ ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞ എനിക്ക് ഇതൊക്കെ ഈ ലോക്ക്ഡ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലേ? നമ്പർ എന്തെങ്കിലും ടെസ്റ്റ് ക്വാളിഫിക്കേഷൻ ഇതുപോലത്തെ സാധനമൊക്കെ അപ്രൂവ് ചെയ്തു എനിക്കറിയില്ല. കാരണം ഇപ്പോഴും ഫേസ്ബുക്കിലൊക്കെ ആരും എനിക്കൊന്ന് ഫേസ്ബുക്ക് ഒന്നും യൂസ് ചെയ്യാത്ത കാലമാണ്. ഫേസ്ബുക്ക് മാത്രമല്ല, ടെലിഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മളിതെല്ലാം പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ ചെല്ലുകയും അപ്പം ഇൻബോക്സിൽ വരാൻ പറയും. ഇൻബോക്സിൽ ഈ ഗ്രൂപ്പിൽ കണ്ട ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചു ഇങ്ങനെ കുട്ടി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞു ആ അവൈലബിൾ ആണ്, 10,000 രൂപ അല്ല 5,000 രൂപ ഇപ്പം അഡ്വാൻസ് അല്ലല്ലോ 5,000 രൂപ നേരിട്ടാണ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ എറണാകുളം നോർത്ത് ഫോട്ടോ പറയാൻ പറ്റില്ല ഒരു സ്ഥലത്ത് വരികയും അങ്ങനെ ഈ 5,000 രൂപ കൊടുക്കുകയും 5,000 അല്ല കൊടുക്കുകയും 5,000 വിഷയം ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരോടൊരു ഫ്രണ്ട്ഷിപ്പ് മൂഡ് പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇതിനെ കുറിച്ചൊരു ബിസിനസ് വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറ്റിക്കപ്പെടുകയും നടക്കാതെപ്പോഴേക്കും ആനടിക്കണം എന്ന് വെച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ സ്വന്തം അനുഭവത്തിൽ ഉണ്ടായിരുന്നു അല്ലേ? അതിന്റെ വിഷമമുണ്ട് ഇപ്പോഴും ഉണ്ട്. 5,000 രൂപ പോയതിന്റെ ഒരുപാട് വേദന അല്ലേ? ശരിക്കും അങ്ങനെ ഗ്രൂപ്പില് അങ്ങനെയുള്ള ഗ്രൂപ്പിലുള്ള ഉണ്ടോ? അല്ല ഇതിപ്പോ ഇതൊക്കെ കലാകാലമായിട്ടുള്ളതാണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ പോലും ഇവിടെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് ശരിക്കും നടിമാരാണ്. അവരുടെ ഫോട്ടോസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് ഭയങ്കര രസമാണ്. നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ഫോട്ടോ ഫോട്ടോ എടുത്ത് അതിന് ചില പേരറിയില്ല. അതിനൊരു പുതിയ പേരിടും പെൺകുട്ടിക്ക്. ഇപ്പൊ സെന്റ് തെരേസ കോളേജിൽ പഠിക്കുന്ന മീന എന്ന് പറഞ്ഞൊരു സ്റ്റോറി റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞാൽ ആരാധകരെ കൂട്ടുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് കാണാനും വായിക്കാനൊക്കെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിന്റെ കമന്റുകൾക്കെല്ലാം ഒരുവിധം മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി എന്ന് പറയുമ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 4,000 തൊട്ട് 20 ലക്ഷം രൂപ ബിസിനസ്സാണ് അവർ നമ്മളോട് സംസാരിക്കുക. നമ്മുടെ താല്പര്യം അത്രയും എന്താ പറയുക, അത്രയും വലിയ രീതിയിലുള്ള ഒരു പരിപാടിയാണ് കുറിച്ച് നമുക്ക്. ബേസിക്കലി ഇതിനകത്ത് ഡീപേക്കിങ്ങിനെ പറ്റിയിട്ടും ഇപ്പമുള്ള ഫേസ് സ്വാപ്പിംഗ്, ഇപ്പൊ രശ്മികയുടെ ഒരു വീഡിയോ ഇറങ്ങിയല്ലോ, മറ്റേ ചെറിയൊരു AI വീഡിയോ. അപ്പം ഇനിയുള്ള കാലത്ത് പറയുന്ന പോലെ ഒരു നോർമൽ ഫോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇടുന്ന ഇവിടുത്തെ ഇൻസ്റ്റാ ഫോട്ടോ എടുത്തിട്ട് വരെ വേണമെങ്കിൽ അതിനെ ഫേസ് സ്വാപ്പ് ചെയ്തിട്ട് വേറെ രീതിയിലൊക്കെ മാറ്റാം. അപ്പം ഇതില് ദിവ്യ അങ്ങനൊരു സാധനം എൻകൗണ്ടർ ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു കോമണേഴ്സ് ആയിട്ടുള്ള നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്നത് ഓവർകം ചെയ്യുന്നതാണ് ബേസിക്കലി സിനിമയുടെ ഒരു ആകത്തുകയും ഒരു ക്രക്സും. സോ ആ ഒരു വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നീ ആ ക്യാമറയുടെ പുറകെ വിളിച്ചു നിൽക്കുകയാണ്. അല്ല മറ്റു ജില്ലകളെക്കാളും കൂടുതൽ അത് പ്രശ്നം വരുന്നതിന് മറുപടി ഞാൻ ഇത് എന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ടായി സിനിമയിൽ അഭിനയിച്ചത്. അത് പറഞ്ഞു കേട്ടതിൽ നിന്ന് ഇത് നിങ്ങളുടെ കഥയാണ്, നമ്മളുടെ അങ്ങനെയൊന്നുമില്ല. ഈ സൈബർ വേൾഡ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ പരന്ന് കിടക്കുന്നത് പോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ തോത് ഒരുപോലെ ആയിരിക്കണം. അതിന് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ
പാചകരുമാണ്. പക്ഷെ ഇത് അറിയാത്തൊരു മേഖല ഇപ്പം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വെറുതെ കണ്ട് വിട്ടുപോകുന്ന പല കാര്യങ്ങൾക്ക് പിന്നിൽ വലിയൊരു ബിസിനസ് ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നതല്ല. അപ്പോൾ വെറുതെ ഒരു സിനിമ അതിന് പ്രയോജനപ്പെടട്ടെ. ഇത് ആ വിക്ടിം ഫേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുമൊക്കെ ആണ് ഈ സിനിമയിലെ എൻ്റെ ക്യാരക്ടറിൽ പോർട്രേ ചെയ്യുന്നത്. അപ്പോൾ ഇവനെ ഒരു വിക്ടിം ആവുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു, അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു. ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം, പക്ഷേ വാട്ട് ദാറ്റ് പേഴ്സൺ ഗോസ് ത്രൂ, അത് ദാറ്റ് എംബാരസ്മെന്റ് ആൻഡ് എവരിതിങ്, അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. സോ അതൊക്കെ ആ ഒരു സിനിമയിലുണ്ട്. ഈ ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 2 വർഷം മുന്നെയാണ്. അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എല്ലാ സിനിമയിലും പോലെ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും. ലൈക്ക് ഓക്കെ ഇങ്ങനെ നമ്മൾ എത്ര 100% നമ്മൾ കൊടുക്കാൻ നോക്കും. സോ ലെറ്റ്സ് സീ. ഐ ഹോപ്പ് ഇപ്പം നമ്മൾ ഇതൊരു സിനിമ ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ്. അത് ആക്ച്വലി ഇത് ഒരു അവയർനെസ് പോലെ തന്നെയാണ്. ഹോപ്പ്ഫുള്ളി ദാറ്റ് വിൽ മേക്ക് എൻ ഇമ്പാക്ട്. മെഷർമെന്റ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട്. ചില വേർഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാം. നമുക്ക് ഇഷ്ടമില്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് വൾഗർ ആയിട്ടുള്ള തിങ് നമുക്ക് അതിന് പ്രിഫറൻസസ് ഉണ്ട്. പക്ഷെ അതും യു കാൺ ടു വാട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇറ്റ്? എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും? സോ ചില സമയത്ത് നമ്മളത് അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും. ലൈക്ക് വാട്ട്സ് എ പോയിന്റ് ഓരോ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റ്സ് നോട്ട് നെസസറി. സോ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. നമുക്ക് യു കാൺ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഏതാ ഏതാ നല്ല പേരല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഒരു സിനിമ ഉണ്ടാകുന്ന വലിയ ഭാഗ്യമില്ല അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കാണുന്നു, പ്രസംഗിച്ചു അല്ലേ? നമ്മൾ തന്നെ എപ്പോഴെത്ര കാണുന്നു, നീ ചോദ്യം ചോദിക്കുന്നു, ഇതൊക്കെ മിസ് ചെയ്യണോ? നിങ്ങളൊക്കെ മിസ് ചെയ്യും. തീരുന്നില്ല. ഒരുപാടുണ്ട് കുറച്ചധികം തീരും. തീരും അല്ലെങ്കിൽ അല്ല ഇനിയിപ്പം എനിക്കൊന്ന് ദിലീപന്റെ പ്രിൻസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് പ്രിൻസിന്റെ ഫാമിലി, അതാണ് ഇനി അടുത്ത റിലീസ് ഉണ്ടാവുക. പിന്നെ ഇപ്പൊ തുടങ്ങാൻ സോഫിയ വീക്കെൻഡിന്റെ പടം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ തുടങ്ങാനിരിക്കുന്നത്. അപ്പം അടുത്ത വർഷത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞ് ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളുണ്ട്. ബബ്ബ കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ കുറച്ചധികം പടങ്ങളുണ്ട്. ഇനി വരാനിരിക്കുന്ന കൊപ്പങ്ങള്, അങ്ങനെ കേസ്, അങ്ങനെ കുറച്ചധികം പടങ്ങൾ ഉണ്ടാവും. എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടാവും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയില്ല. എന്നാലും കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പടമായിട്ട് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പം ബാക്കിയുള്ള പടങ്ങളൊന്നും ഒന്നും പ്രതീക്ഷിച്ചില്ലെന്ന് വരില്ല. അങ്ങനെയല്ല, ബാക്കി അതൊക്കെ ഒരു ഫേറ്റല്ലേ സിനിമ. അതിൻ്റെ സക്സസും ഫെയിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലേ. എനിക്ക് അങ്ങനെ
എന്താ പറയണ്ടേ, നമ്മൾ വിളിക്കുന്നു നമ്മൾ പോകുന്നു പറഞ്ഞ പോലെയുള്ള പടങ്ങളാണ്. ഇപ്പോൾ 8 ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിംഗ് ഒക്കെ. ഭയങ്കര രസമായിരുന്നു. പ്രിൻസും അതുപോലെ തന്നെ ദിവാനോട് അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ചെയ്ത പടങ്ങളൊക്കെ നമ്മൾ കുറച്ച് മുന്നേ ഷൂട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചെയ്ത പടങ്ങൾ ഇതൊക്കെയാണ്. അതൊക്കെ തീർച്ചയായിട്ടും പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ്, വലിയ സിനിമകളാണ്. ഹോപ്പ്ഫുള്ളി നന്നായി വരുന്നതായിരിക്കും. ജയന്റെ ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും നല്ല കമന്റുകളൊക്കെ കാണുന്നുണ്ടാവുമല്ലോ, എപ്പോഴും പൊതുവെ നോക്കാറില്ല, എന്നാലും നോക്കാറൊക്കെ ഉണ്ട്. എപ്പോഴും തോന്നുന്നുണ്ടോ എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യുകയാണോ എന്നൊക്കെ തോന്നുന്നുണ്ടോ? അല്ലല്ല, അങ്ങനെ നമ്മള് പടം വരുന്നു എന്നെ അങ്ങനെ വ്യക്തിഹത്യ ഒന്നും ചെയ്യാറ്. എന്നെ കൂടുതലായിട്ട് ബോംബ് സ്റ്റാർ പടക്കം അതൊക്കെയല്ലേ ഉള്ളൂ. പടം പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ വരും. എന്നുവെച്ചാൽ നാളെ ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും. അപ്പൊ പിന്നെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യേണ്ടത് നാളെ നല്ല ഭാഗം വരില്ലല്ലോ, എവിടെങ്കിലും ഒക്കെ വരുമല്ലോ. പിന്നെ അപ്പൊ ധ്യാന നടനെ മറ്റുള്ള നടന്മാരെന്ന് ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനത്തെ സംസാരിക്കുന്ന ശൈലിയാണ്. ഉള്ള പോലെ പറയും, ബാക്കി വരുന്നത് വെച്ച് കാണേണ്ട എന്നുള്ള മൈൻഡാണ്. ഒരു പടം ഇറങ്ങുമ്പോൾ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണുകയോ എന്ന് കൃത്യമായിട്ട് പറയാനുള്ളത് നടനാണ്. ഐഡിയ എന്ന ചിത്രം പ്രേക്ഷകർ ഞാൻ കൃത്യമായിട്ട് കാണണോ കാണേണ്ടതെന്ന് നല്ല ഞാൻ പറയാറില്ല. എന്നാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട്. ക്ലൂ ചിലതിനൊക്കെ ക്ലൂ കിട്ടും. ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക്, കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക്, എല്ലാം അറിയാവുന്ന അടുത്തറിയാവുന്ന കുറച്ച് ആൾക്കാർക്കും ചില ഇതിൽ തന്നെ നമ്മുടെ കുറെ സുഹൃത്തുക്കളുണ്ട് പേര്. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും. പിന്നെ അവർ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇത് നിങ്ങളെ കൂടെ തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ച് പേര് അവരൊക്കെ എന്നോട് ചോദിക്കും. അവരോട് ഞാൻ പേഴ്സണലി പറയും. അതിൽ ഞാൻ ഇതിനോടും പല കാര്യങ്ങളും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ മാറിയിരിക്കുമ്പോൾ പറയാം. നമസ്കാരം. ഇപ്പം എല്ലാ കഥാപാത്രങ്ങളും ചെയ്യുമ്പോഴും ഒന്നുകൂടെ വ്യത്യസ്തമാകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അമ്മ കഥാപാത്രം എന്നൊരു പേരുണ്ടായിരുന്നു, അന്ന് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ചെയ്ത കഥാപാത്രം ലാസ്റ്റ് ചെയ്തത് ജഡ്ജിയായിട്ടായിരുന്നു. അപ്പൊ ഇതിലെ കഥാപാത്രം എങ്ങനെയാണ്? ഞാൻ ഒത്തിരി സീനുണ്ട്. അറിഞ്ഞു കൊടുക്കണം. പിന്നെ അപ്പൊ ചോദിച്ചു ഈ സിനിമയിലെ കഥാപാത്രം എപ്പോഴും നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് വേറൊരു കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ട്. എനിക്ക് അടുക്കള പുറത്തല്ലേ അമ്മ കഥാപാത്രം ഇന്റർവ്യൂ പ്രസംഗിക്കാണ്. അതായത് സ്ഥിരം കഥാപാത്രം പോലെ അമ്മ കഥാപാത്രങ്ങളിലെ അടുക്കള പുറത്ത് മാത്രം നിൽക്കുന്ന കഥാപാത്രങ്ങളല്ലാതെ എനിക്ക് വേറെ. നീ അവരോട് പറഞ്ഞ ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതിയോ, കഥാപാത്രം മാറ്റി ചെയ്യേണ്ടത് ആഗ്രഹമുണ്ട്, കിട്ടണ്ടേ. നമുക്ക് ഡിമാൻഡ് ഇടാനൊന്നും പറ്റത്തില്ല. നമ്മൾ തുടക്കത്തിൽ നമുക്ക് കിട്ടുന്ന കഥാപാത്രത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തത എന്തെങ്കിലും നോക്കില്ല. ഞാൻ ഇപ്പൊ കുറച്ച് മുമ്പ് ഇന്റർവ്യൂ എനിക്ക് വില്ലമേഷമൊക്കെ കിട്ടും. പക്ഷെ നമുക്ക് ഈ അടുക്കളയിൽ ചോറിനകത്ത് വിഷം ഒഴിച്ച് അതായിരിക്കും എന്റെ വില്ലം വരാൻ പോകുന്നത്. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നിങ്ങൾ മുമ്പ് ചോദിച്ചത് ഒരു ഉത്തരവാദിന ഈ മീഡിയ ഇതില്ലേ, നിങ്ങളിടുന്ന ക്യാപ്ഷൻ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്ന തെറിയും കുറയും, വീട്ടിലിരിക്കുന്നവരുടെ തുമ്മലും പറയും. ക്യാപ്ഷനൊക്കെ ഒന്ന് വൃത്തിയാക്കി അത് നിങ്ങൾ എല്ലാവരും കിട്ടിയ സമയത്തായിരുന്നു പറയാം. ക്യാപ്ഷൻ അത് നോക്കിട്ട് കാണാതെ തെറി അങ്ങനത്തെ ആൾക്കാരെ കാണത്തില്ല. നമ്മൾ അങ്ങനെ ഞാൻ ഇതേ ജോലി ചെയ്യുന്നത് ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിരിയൊക്കെ പ്രശാന്തിനോട് ചേട്ടാ ഈ സിനിമയിലെ കഥാപാത്രം കുറച്ച് വില്ലനാണോ? അത് ഇതിലും വലിയ തന്നെയാണ്. അല്ല വില്ലനല്ല, വില്ലനായി പോകുന്നതാണ് ഓരോ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്ക്. ഫൈനലി ചേച്ചി പറഞ്ഞ തന്നെ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് ചോദിച്ചു മേടിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് വരുന്ന എന്താണോ അത് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. അപ്പൊ ഇതിനകത്തും സാഹചര്യം കാരണം ഒരു ആന്റി വില്ലൻ പോലെ ആന്റി ഹീറോ പോലൊരു ഐറ്റത്തിലാണ് വന്നിരിക്കുന്നത്. ചോദ്യമാണ്. അതായത് ഇപ്പൊ റീസെന്റ് ഔദ്യോഗികമായിട്ട്
അതെന്തായിട്ട് പക്ഷേ അതിന്റെ പിന്നിൽ സ്ത്രീ കേസ് കൊടുത്ത സ്ത്രീക്കെതിരെ യാതൊരു ന്യൂസ് വരുന്നില്ല, അതിനെ കുറിച്ച് യാതൊരു ചർച്ചകളും നടക്കുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയാം. അതെന്തുകൊണ്ടായിരിക്കും നിൽക്കുന്നത് തോന്നുന്നത്? അല്ല, അത് നിങ്ങൾ ചർച്ചയാക്കി കൂടെ? അത് നിങ്ങളൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ ചർച്ചയാക്കി ഇതൊക്കെ നിങ്ങൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ പിന്നെയും അവർക്കെതിരെയൊക്കെ വരും ഇല്ലേ? ഞാൻ ചോദിക്കുന്ന വെച്ചാൽ എന്തുകൊണ്ട് അവർക്കെതിരെ കേസ് കൊടുത്തു? അതിപ്പോ എന്തായാലും അത് എന്റെ നിവിന്റെ ഇതായത് തന്നെ കുറച്ച് സമയം എടുത്തല്ലോ, ഗ്യാപ്പ് വന്നല്ലോ. ഞാൻ ശേഷം ഇപ്പൊ ക്ലീൻ ചിറ്റ് കൊടുത്തത് കുറച്ച് കഴിഞ്ഞിട്ടല്ലേ. എനിക്കൊന്നും അവർക്കെതിരെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഒന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം, ഒരു ഫേക്ക് ആയിട്ടുള്ള എലിഗേഷൻ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും കൗണ്ടർ അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുന്നതാണ്. അത് പുള്ളി അത് കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു അറിയുമോ? എനിക്കറിയില്ല. ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് ഈ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. നിങ്ങൾ ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് നിങ്ങൾ സംസാരിച്ചു. അല്ല, അത് പുള്ളിയുടെ അടുത്ത് ചോദിക്കണം. പുള്ളി നിങ്ങൾ അടുത്ത ഏതെങ്കിലും പ്രസിഡന്റ് നിങ്ങൾ ഡയറക്റ്റ് പുള്ളിയുടെ അടുത്ത് തന്നെ ചോദിക്കുന്നത്. എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. രണ്ടെന്ന് തോന്നുന്നത് ഒരു പരിധി വരെ ഇല്ലാതാവുന്നതാണ് തോന്നുന്നത്. ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മുകളിൽ പാലത്തിൻ്റെ അടിയിൽ അങ്ങനെയൊക്കെ നമ്മൾ പല പല ഏരിയസ് പോകുമ്പോൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ ആളുകൾ പണ്ടേ മുതൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന വീട് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന വീട്, അവർക്ക് നിൽക്കുന്നത് 6 കേസാണോ അല്ലയോ എന്നുള്ളവർക്ക് അറിയാൻ പറ്റില്ല. ശരിക്കും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ശരിക്കും ഇത് കുറയില്ലേ അതേ ചോദിക്കുന്നു. ഭയങ്കര ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സാധനമല്ലേ. കുറയോ കൂടുവോ നമുക്ക് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ വ്യവസ്ഥിതിയിൽ അങ്ങനെ ഒരു സാധനം ഇത്തരത്തിൽ അലോയുന്നില്ലല്ലോ. ഇപ്പൊ റെഡ് സ്ട്രീറ്റ് പോലും അത് ലീഗലായിട്ട് ഈ ഫംഗ്ഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ ആയിട്ട് ഇപ്പോൾ കൽക്കട്ടയിലുണ്ട് ഇതേ സെയിം സാധനം. അതായത് കാമാക്ഷി സാധനം അല്ലേ, റെഡ് സ്ട്രീറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ ചില രാജ്യങ്ങളിൽ ഇപ്പോൾ ആംസ്റ്റർഡാമിൽ ലീഗലാണ്, സെക്സ് ടൂറിസം ഉണ്ട്, അവിടെ തായ്ലൻഡിൽ സെക്സ് ടൂറിസം ഉണ്ട്. ചില രാജ്യങ്ങളിൽ അതുകൊണ്ട് അവരതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിന്റെ യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ ഒരു സാധനം അത് മോറലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് കുറയോ അല്ലെങ്കിൽ ഇത് ഡിസ്കഷനാക്കി വെച്ചിട്ട് നമ്മൾ ഇടക്കാലത്ത് മറ്റേ കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം. കഞ്ചാവ് ഏകദേശം 40ഓളം രാജ്യങ്ങളിൽ ലീഗലൈസ് ചെയ്ത് റിക്രിയേഷൻ ഡ്രഗ് ആയിട്ട് കാണുന്നത്. അതിന് ഡിപ്രഷൻ അടക്കം പ്രിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മരുന്നായിട്ട് പോലും സജസ്റ്റ് ചെയ്തിട്ടാണ് കഞ്ചാവ്. അപ്പോൾ മരുവാന, മെഡിക്കൽ മരുവാന എന്ന് പറഞ്ഞിട്ട് ഇതിനെ വിളിക്കുന്നത്. അപ്പം ഇത് കൂടുവോ കുറയോ എന്ന് പറയുമ്പോൾ നമുക്കതിനെ ഇപ്പോഴുള്ള അവസ്ഥ നമുക്കത് കൂടുവോ കുറയോ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം അതിനെ അനുവദിക്കുന്നിടത്തോളം ലീഗലായിട്ട് നമുക്കതിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാനുള്ള വകുപ്പ് ഒന്നുമില്ല അല്ലേ? അത് കൂടുകൂടില്ലേന്നല്ലേ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം അങ്ങനെയായിട്ടുള്ള ഒരു പ്രോബിലിറ്റി ഇല്ലേ? ചിലപ്പോൾ കൂടുമായിരിക്കും, ചിലപ്പോൾ എല്ലാവരും അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും പിന്നെ ഫാമിലിയിൽ വീട്ടുകാർ നമ്മുടെ നാട്ടിൽ പിന്നെ അവിടെ ആയിരിക്കും. പിന്നെ കുടുംബത്തിലോട്ടൊന്നും പോകില്ല, അതാ പ്രശ്നം. അതിനേക്കാളും തന്നെ എനിക്കൊന്ന് ഇവിടുന്ന് ഒരു 3 മണിക്കൂറേ ഉള്ളൂ തായ്ലൻഡിലേക്ക്. ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്നതായിരിക്കും. ചേട്ടന്റെ ഫേക്ക് ഐ ഡിയിൽ നിന്ന് എപ്പോഴെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ? ഫേക്ക് ഐ ഡിയിൽ അല്ല ഒരായിട്ട് വരാൻ അല്ലാതെ തന്നെ എന്താ ചോദിച്ചാൽ മറുപടി ഇടാൻ പാടാം. അപ്പോഴേ ഫേക്ക്
ഇതെങ്കിലും കുട്ടികള നോർമലി അവരുടെ അടുത്ത് മെസ്സേജ് വളരെ ചുരുക്കം വരാറുണ്ട്. ഡാൻസ് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും നടിമാരുടെ ഫേക്ക് ഐ ഡി? ഒറിജിനൽ ഐ ഡി എന്ന് പറയുമ്പോൾ മാത്രം ചെയ്ത കഥാപാത്രങ്ങളിൽ കുറച്ചാണ് വളരെ ചർച്ച ചെയ്തതും അത് ഏറ്റവും കൂടുതൽ റീൽസിലൊക്കെ ഓടിയത് ചൊവ്വാഴ്ച സിനിമയിലെ കഥാപാത്രമായിരുന്നു. അപ്പം അതേപോലെ അത്ര ഡെപ്തുള്ള അല്ലെങ്കിൽ അത്ര ഡയറക്ഷൻ കഥാപാത്രം ചെയ്യുന്നത് എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടാവും. മലയാളത്തിൽ അത്ര ഡെപ്തുള്ള കഥകൾ വരാറുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകൾ മലയാളത്തിൽ വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതേപോലത്തെ കഥാപാത്രം എടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു സെറ്റപ്പ് കഥാപാത്രം ക്യൂട്ട് അല്ലെങ്കിൽ കുടുംബിനി അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് ഫോളോ ചെയ്യാൻ ഒരു പാറ്റേൺ മലയാള സിനിമയിൽ പൊതുവെ കണ്ടുവരുന്നത്. നമ്മുടെ മറ്റു ലാംഗ്വേജസ് അങ്ങനെ തോന്നിയിട്ടില്ല. ശരിക്കും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? നമുക്ക് വരുന്ന സ്റ്റോറീസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മധുവാരം വന്നു. അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറായിരുന്നു. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. ദാറ്റ്സ് വൈ ഐ ഡിഡ് ദാറ്റ്. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ മലയാളമെന്നോ തെലുങ്കെന്നോ അങ്ങനെയില്ല. അത് ഞാനൊരു കഥ ആയിട്ടാണ്, അതൊരു സിനിമയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയായിട്ട് ഞാനത് കാണുന്നത്. പക്ഷേ ഐ വോണ്ട് കൂടുതലും അത് പറഞ്ഞാലും മലയാളത്തിലും എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് വരാനായിട്ട്. ബിക്കോസ് നമുക്ക് കുറച്ചുകൂടി കംഫർട്ട്, ലൈക്ക് ലാംഗ്വേജ് കംഫർട്ടും എല്ലാം നമുക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ സ്റ്റോറീസ് കുറച്ചുകൂടെ റിയൽ ആണല്ലോ. അപ്പോൾ എനിക്ക് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു. പക്ഷെ ഇപ്പം തെലുഗുവിലിപ്പം മധുകാലം കഴിഞ്ഞിട്ടിപ്പോൾ 4 പ്രോജക്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് പക്ഷേ ഞാനൊരു സിനിമയായിട്ട് കാണുന്നുള്ളൂ, ലൈക്ക് അങ്ങനെ അതൊരു വർക്കായിട്ട് ഞാനിങ്ങനെ കാണുന്നുള്ളൂ. പക്ഷെ മധുകാലം വാസ് സ്പെഷ്യൽ. അതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു. ഐ ആം ഗ്ലാഡ് ദാറ്റ് ഐ ഡിഡ് ദാറ്റ്. ഞാൻ ഇവരെ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഏറ്റവും വലിയ സിനിമ എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരുന്നു. ഒരുപാട് സന്തോഷത്തോടെ വരാൻ പറ്റിയത്. നമ്മുടെ സുഹൃത്തുക്കളാണ്. ഈ സിനിമയുടെ പ്രൊഡ്യൂസർ നമ്മുടെ സുഹൃത്താണ്. ആൻഡ് നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട്. അങ്ങനെ ഹൃദയം പാടിത്തരികയാണ്. നിങ്ങൾ വളരെയധികം ചോദ്യങ്ങൾ ചോദിച്ച് ധ്യാനെ എനിക്ക് മലയാള സിനിമയുടെ എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു അത്യാവശ്യം പ്രശ്നങ്ങളെ പറ്റി കഴിഞ്ഞു തോന്നുന്നു. അല്ല, 1000 ബേബീസ് കണ്ട് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി, താങ്ക് യു. എനിക്ക് ഇങ്ങനെ ഇവിടെ വീണ്ടും വർത്താനം പറയാനുള്ള അവസരം തന്നു വളരെ നന്ദി. നിങ്ങളുടെ പ്രൊമോഷൻ പിന്നീട് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്തത് ഒക്ടോബറിൽ ഷൂട്ട് തുടങ്ങണ്ടായിരുന്നു. അത് ജോർജിയയിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അവർക്ക് കുറച്ച് പേർക്ക് അത് വിസ പ്രശ്നം പ്രോസസ്സും പരിപാടിയൊക്കെയാണ്. അത് ഷൂട്ട് തുടങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിപ്പം മാർച്ചിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്തു. അല്ലല്ല, പ്രണവല്ല. ഏതാ പ്രണവല്ല. അതല്ല, അത് ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യല്ലോ. പിന്നെ ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാവും. അത് ഞാനല്ല ഏതാ ഇല്ല ഞാൻ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ.
ലാസ്റ്റ് 2 questions. നമുക്ക് ഇന്റർവ്യൂസ് ഇനി ബാക്കി കുറച്ച് പെൻഡിങ് ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് 2 questions will wind up. നേരത്തെ പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ചേട്ടാ 5000 രൂപ പോയതുകൊണ്ടാണ് പടം എടുത്തതെന്നുള്ളത്. 5000 രൂപ പോയിട്ടില്ലാതെ ചേട്ടൻ പടം എടുക്കുമായിരുന്നു? ഒരിക്കലില്ല. പിന്നെ പടം ചതിയല്ലേ അവരെ എല്ലാവരും സിനിമ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആരുടെ വിഷ്ണുവിന്റെ അടുത്ത്. അത് പറഞ്ഞില്ല, ഭയങ്കര ബന്ധമില്ല. നിനക്ക് ഇങ്ങനെയുള്ളത് ചോദിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ, അത് വലിയ സിനിമയല്ലേ, ഇപ്പൊ ചെയ്തു തീർക്കാനോ അഭിനയിച്ചു തീർക്കാനുള്ള കുറെ സിനിമയുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ മതിയടാ. നിനക്ക് അത്യാവശ്യം നിങ്ങളുടെ ഇതുണ്ടോ കാണാൻ ആക്ടർ കൊതിയ. ഓ, എന്റെ നാശം കണ്ടിട്ടേ അടങ്ങുള്ളൂ. എടാ, ഇപ്പോൾ അവസ്ഥയിൽ ഞാൻ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ആലോചിച്ചു കൊല്ലൂല് എല്ലാവരും കൂടെ നിങ്ങളടക്കം ഇല്ലേ, അതാർക്ക് ഓടിയില്ലെന്ന് കഴിക്കുക തീർന്നില്ല. ഞാൻ ഇപ്പൊ അങ്ങനെ പോട്ടെ. എനിക്ക് ശരിക്കും എന്നോട് സ്നേഹമുണ്ട്, ഉണ്ടോ? എനിക്ക് ചോദിക്കരുത്. ഈ വർഷം ഏതാ ടു അടുത്ത വർഷമൊക്കെ ഇതിങ്ങനെ ചർച്ച ഡിസ്കഷൻ ഞാൻ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ ഇതിന്റെ മുന്നത്തെ കപ്പില 2 ഉണ്ടാവും, തിര 2 ഉണ്ടാവും. ഇത് എപ്പോൾ ഉണ്ടാവും മാത്രം ചോദിക്കരുത്, എന്തായാലും ഉണ്ടാവും. രണ്ടും പ്ലാനിങ്ങിലുണ്ട്. തിര 2 എന്തായാലും ഉണ്ടാവും. തിര 2 ചിലപ്പോൾ ഞാൻ സംവിധാനം ചെയ്യും. ഇല്ല, തിര 2 ഓൾമോസ്റ്റ് ഒരു പരിപാടി ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു ചെറിയൊരു ഐഡിയ. അതിന് അത് ആ സമയമായിട്ടാണ് കുറക്കൂലേ, കുറക്കൂ.